ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും നല്ല സോളാർ എക്ലിപ്സിൻ്റെയൊക്കെ റിച്വൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ന്യൂ മൂണിൻ്റെ അമാവാസിയുടെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ എനർജി അപ്ഡേറ്റ് നോക്കാം. അതായത് നമ്മുടെ ഈ ന്യൂ മൂണിനൊക്കെ ശേഷം നിങ്ങളുടെ എനർജീസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ജസ്റ്റ് നിങ്ങളുടെ ടാരോന്ന് നമുക്ക് എനർജി അപ്ഡേറ്റും കുറച്ച് അഡ്വൈസും. ഓക്കെ, ലെറ്റ്സ് സീ. ഒരുപാട് കാർഡ്സ് വേണ്ട. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ്, 5 of swords and 6 of swords. ഓക്കെ, ഇവിടെ മെയിനായിട്ട് കാണുന്നത് എനിക്കൊരു സിറ്റുവേഷൻ്റെ ഒരു റിന്യൂവലാണ്. അതായത് 5 of swords പറയുമ്പോൾ നമ്മുടെ കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്. വളരെയധികം നമ്മൾ കോൺഫ്ലിക്റ്റ് ഒരു പേഴ്സണുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലെ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിലൊരു പുതിയ തുടക്കം എന്ന രീതിക്ക് നമുക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായി തുടങ്ങിയതിൽ നിങ്ങൾ തടസ്സം ഫേസ് ചെയ്തായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, ബട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള എനർജി നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം കിട്ടും എന്ന രീതിയിലാണ്. സമാധാനപരമായിട്ട് മുന്നോട്ട് പോവാം, പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവാം, ആ രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, അതെ, നിങ്ങൾ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അത് ചിലവർക്ക് 3 of Pentacles ചിലപ്പോൾ വല്ല പുതിയ ബിസിനസ് ആയിരിക്കാം, പുതിയ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറിയതായിരിക്കാം, പുതിയ ബിസിനസ് ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ്. ആൻഡ് 6 ഉണ്ട് ഇവിടെ. സോ വളരെ നല്ല കാര്യം. ആൻഡ് 3 ഉണ്ട് ഇവിടെ. ഇത് പ്ലാനിങ്ങിൻ്റെ കാര്യമാണ് പറയുക. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്തോ ഒരു കാര്യം നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ ജോലി, കരിയർ, പഠിക്കാനായാലും ശരി, അല്ല എന്തെങ്കിലും ആർട്ടിസ്റ്റിക് കാര്യങ്ങളായാലും ശരി, നിങ്ങളുടെ സ്വന്തം ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളായാലും ശരി, ഏതെങ്കിലും പേഴ്സണുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളായാലും ശരി. ഓക്കെ, അങ്ങനെ ഓരോന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിൽ, നല്ലതായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യം, അതിൽ ചില തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മേ ബി ഇന്നലത്തെ എനർജി ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ ഈ അടുത്തായിട്ട് നിങ്ങൾ കുറച്ച് ഈ ഒരു ലാസ്റ്റ് കുറച്ച് സമയമായിട്ട് മേ ബി നിങ്ങൾ കോൺഫ്ലിക്ട്സ് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഇനി പുറത്തു വരുമെന്നാണ് പറഞ്ഞത്. അതായത് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് സക്സസ് ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഹെറോഫൻറ്റ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എന്ന രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, ചിലവർക്ക് നമുക്ക് വളരെയധികം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് കിട്ടുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുന്നതായിട്ടാണ്. നിങ്ങൾ ആരുടെയെങ്കിലും അഡ്വൈസ് എടുത്തിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കും. ഞാൻ 3 of Pentacles പറയുമ്പോൾ നമ്മൾ ആരോടെങ്കിലും കൂടി ചേർന്ന് വർക്ക് ചെയ്യുക എന്ന രീതിക്കാണ് പറയുക. അതാണ് ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞത്. ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ലൈക്ക് ബിസിനസ് കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും കൂടെ ചേർന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ എന്ത് കാര്യത്തിലായാലും ശരി, നിങ്ങൾ ആരുടെയെങ്കിലും അഡ്വൈസ് എടുത്ത് കാര്യങ്ങളെ ബെറ്റർ ആക്കാൻ മറ്റുള്ളവരുമായിട്ട് ഒത്തുചേർന്ന്, ആരോടാണോ പ്രശ്നം അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പ്രശ്നം ഫേസ് ചെയ്യുന്നത് അതിൽ മറ്റുള്ളവർ കൂടി ഹെൽപ്പ് എടുത്തിട്ട്, ഓക്കെ, നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ബെറ്റർ ആക്കുക എന്ന് പറയാം. ഓക്കെ, റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ലൈക്ക് പേഴ്സൻ്റെ കൂടെ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് ലൈക്ക് കാര്യങ്ങൾ ബെറ്റർ ആക്കുന്നു എന്ന് പറയാം. അതിനുവേണ്ടി ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാം നിങ്ങൾ ചിലപ്പോൾ. ഓക്കെ, റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻ, ഞാൻ പറയാം എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അതിനെ ഒന്ന് ബെറ്റർ ആക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ചേർന്ന് ലൈക്ക് ഒന്നിച്ച് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ബെറ്റർ ആക്കുന്ന തരത്തിലാണ് പറയുക. അതിനുവേണ്ടി നിങ്ങൾ പ്ലാനിങ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇവിടെ മേ ബി ഇന്നലത്തെ എനർജിയിൽ ചിലപ്പോൾ വല്ല കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവാം. ഈ ഒരു എനർജി അപ്പ് ആൻഡ് ഡൗൺ, ന്യൂ മൂൺ എനർജി അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ അമാവാസിയൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, മേ ബി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തത്. ഓക്കെ, അതായത് ഒരുപാട് ഇമോഷണലായിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. ബട്ട് ഇവിടെ അതിനുശേഷം ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നതായിട്ടാണ്. കാര്യങ്ങൾ സക്സസ്സിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ചെറിയൊരു ഡിലേ ഫേസ് ചെയ്തിട്ടുണ്ടാവാം, ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളോട് ഇവിടെ ആക്ച്വലി ഇത് 4 of Pentacles നമ്മൾ സാധാരണ പറയാറുണ്ട് തെറ്റെല്ലാം അങ്ങനെ നമ്മൾ അടക്കി വെക്കുക, മനസ്സിൽ അടക്കി വെക്കുക, അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ ശ്രമിക്കുക എന്ന രീതിയിൽ. ഓക്കെ, മറച്ചു വെക്കുക, അല്ലെങ്കിൽ എല്ലാം ഒതുക്കി വെക്കുക എന്ന രീതിക്കാണ് നമ്മൾ പറയാം. എനിക്ക് പണമായാലും ശരി, ഇമോഷൻസ് ആയാലും ശരി, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളായാലും ശരി, ഇതിവിടെ നിങ്ങൾ തുറന്നു പറയുന്ന പോലെയാണ് എനിക്ക്. ഓക്കെ, മേ ബി എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്ത് അവിടെ നിങ്ങൾ അതിനെ തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾ ബെറ്റർ ആക്കുന്നതായിരിക്കാം. ഓക്കെ, തുറന്ന് പറയേണ്ട ഒരു കാര്യം ഉണ്ടാവും അവിടെ. ഓക്കെ, കാരണം ഇവിടെ മറച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ ഐ തിങ്ക് ഒരു ഓപ്പൺ കോൺവെർസേഷൻ ആവശ്യമാണ്.
ഒരു കുറച്ചുകൂടി ഓപ്പൺ ഡീലിംഗ് ആവശ്യമാണ്. അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും ശരി, മേ ബി ഇത് നിങ്ങൾ കൊണ്ടുവരണം എന്നായിരിക്കാം. ഇത് ഓൾറെഡി നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോഴത്തെ എനർജി നിങ്ങളുടെ എവിടെ എത്തിയിട്ടുണ്ടെന്ന്, അതായത് കാര്യങ്ങളിൽ കോൺഫ്ലിക്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ കോൺഫ്ലിക്റ്റിലാണോ എന്നുള്ളത് നോക്കുക. ആണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആവും, സിറ്റുവേഷൻ ബെറ്റർ ആവും. അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ തുറന്ന സംസാരങ്ങൾ ആവശ്യമുണ്ട്, ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഇവിടെ ക്ലാരിറ്റി കൊണ്ടുവരാനുണ്ട്. പക്ഷേ ക്ലാരിറ്റി വരും. ഓക്കെ, ക്ലാരിറ്റി വരും നിങ്ങൾക്ക്. നിങ്ങൾ ഐ തിങ്ക് മനസ്സിലുള്ള നിങ്ങൾ തുറന്നു പറയും. ഓക്കെ, ആ തുറന്ന സംസാരം മേ ബി നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്ന തരത്തിലാണ് വരുന്നത്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ അഡ്വൈസ് എടുക്കുക. ഓക്കെ, ആരുടെയെങ്കിലും അഡ്വൈസ് എടുക്കുക, ഹെൽപ്പ് എടുക്കുക. എന്തായാലും ഐ തിങ്ക് ഈ ഒരു ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യുന്നത്. എന്തായാലും മുന്നോട്ട് പീസ്ഫുൾ വരും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ ആവശ്യമാണെന്ന് പറയാം. ഓക്കെ, ആ ഒരു കോൺഫ്ലിക്റ്റ് വന്ന ഒരു കണക്കിന് നല്ലതിനാണ്. കാരണം അത് ആ കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് നമുക്ക് മുന്നോട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാം. ഓക്കെ, അപ്പോൾ ചില സമയത്ത് അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് വരും. യെസ്, ഒന്ന് സൂക്ഷിക്കുക ഒരുപാട്. പക്ഷെ എന്തായാലും മുന്നോട്ട് നല്ലതാണ് കാണുന്നത്. പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകും, സക്സസ് എന്നൊക്കെയാണ് കാണുന്നത്. സോ അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞാലും, ജോലി, കരിയറിൻ്റെ, അല്ലെങ്കിൽ ബിസിനസ്സിൽ, വീട്ടിൽ, ഫാമിലിയിൽ, ഈവൻ ഫാമിലിയിലായാലും ശരി, ഫാമിലിയിൽ ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ കോൺഫ്ലിക്റ്റോ ഒക്കെ വന്നാലും എന്ത് തന്നെയായാലും ശരി, മുന്നോട്ട് ശരിയാവും കാര്യങ്ങൾ. ഓക്കെ, ബട്ട് ഇവിടെ ഐ തിങ്ക് ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്ട്രോങ് ആയിട്ട് കുറച്ച് വരാനുണ്ട്. ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മേ ബി നിങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടതുണ്ടോ. മനസ്സിൽ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയാം. ഓക്കെ, തുറന്നു പറയുമ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആവും. പക്ഷേ യെസ്, ഒന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, സിറ്റുവേഷൻ ചില കുറച്ച് ഡെലിക്കേറ്റ് ആയിട്ടാണ് തോന്നുന്നത്. 1-2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടായാലും മതി. ഓക്കെ, ആൻഡ് നമുക്ക് ജസ്റ്റ് അഡ്വൈസ് കൂടെ എടുത്തേക്കാം. എക്ലിപ്സ് എനർജിയും മറ്റേ എന്താ പറയുക, നമ്മുടെ അമാവാസി എല്ലാം കൂടെ ആകുമ്പോൾ ഒന്ന് ഇമോഷണൽ നിങ്ങളെ വല്ലാതെ വലിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ 1-2 ദിവസം ലേശം ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ. യെസ്, ക്ലിയർ യുവർ സെൽഫ്, വാക്യൂം അവേ ഫിയർ, ക്രൗൺ ചക്ര, ഐഡിയാസ്, വർക്ക്ഷോപ്സ് ആൻഡ് സെമിനാർസ്, ഗോഡസ്. ഓക്കെ, ഓക്കെ, ബി വില്ലിംഗ് ടു ഫോർഗീവ് എന്ന് പറയുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഓക്കെ, നിങ്ങൾ കാര്യങ്ങളൊന്ന് തുറന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവിടെ ചില പരസ്പരം മാപ്പ് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവും. ഓക്കെ, അതേത് സിറ്റുവേഷൻ ആയാലും ശരി, ബിസിനസ് പാർട്ട്ണർഷിപ്സിലോ അല്ലെങ്കിൽ ലൈക്ക് പേഴ്സണിൻ്റെ പാർട്ട്ണർഷിപ്സ്, റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ ഫാമിലിയിൽ ആരുമായിട്ടായാലും നിങ്ങൾ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോർഗീവ്നെസ് വേണ്ട ആവശ്യമുണ്ട്. നിങ്ങളാണ് തെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കാം. ഓക്കെ, നിങ്ങളൊന്ന് മാപ്പ് ചോദിക്കേണ്ടതുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ. അല്ല, പേഴ്സണാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അവരുടെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്ത ഫ്രണ്ട്സ് എന്തെങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവരെ നിങ്ങളൊന്ന് മാപ്പ് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദ ഹീലിംഗ് ഏഞ്ചൽ ഈസ് വിത്ത് യു സപ്പോർട്ടിങ് യുവർ ഹീലിംഗ് വർക്ക്. ചിലവർക്ക് നിങ്ങൾ ഓൾറെഡി ഹീലേഴ്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഹീലിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതിപ്പോൾ ടാരോ റീഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഹീലിംഗ്, റേക്കി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഈ ഇമോഷണലി അഫക്റ്റ് ആവും. നമ്മുടെ ഈ ന്യൂ മൂൺ എക്ലിപ്സ് സമയത്തൊക്കെ നിങ്ങളും അഫക്റ്റ് ആവും. സോ ഐ തിങ്ക് അവിടെ കുറച്ച് നിങ്ങൾ കൂടി നിങ്ങളുടെ എനർജി ഒന്ന് കെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആക്ച്വലി ഇങ്ങനെ നിങ്ങൾ കൂടുതൽ മറ്റുള്ളവരുടെ എനർജി അബ്സോർബ് ചെയ്യുകയും ചെയ്യും. സോ സൂക്ഷിക്കാം. ഓക്കെ, നിങ്ങളും ഒന്ന് നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യാം. ക്ലിയർ യുവർ സെൽഫ് ആസ് ദ ഏഞ്ചൽസ് ടു റിലീസ് എനി ടോക്സിക് എനർജീസ്. അതാ ഞാൻ പറഞ്ഞു. ഓക്കെ, യെസ്, നിങ്ങൾ മറ്റുള്ളവരെ നെഗറ്റീവ് എനർജി കൂടി നിങ്ങൾ അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. സോ അവനവനെ ഒന്ന് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഹീലേഴ്സിന് മാത്രമല്ല, നിങ്ങൾ ജനറലി നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ആരൊക്കെ ആയിട്ടും നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ ആരുടെ കൂടെയാണ് എപ്പോഴും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അവിടുന്ന് കിട്ടുന്ന ചില നെഗറ്റീവ് എനർജീസ് ഉണ്ടാവും. ഓക്കെ, ആ നെഗറ്റീവ്, അതായത് മറ്റുള്ളവർ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞിട്ടല്ല, ബട്ട് നിങ്ങൾ ആരുടെ കൂടെയാണോ അവർ ചിലപ്പോൾ എപ്പോഴും ഇങ്ങനെ ലൈഫിനെ പറ്റി കംപ്ലൈൻറ്റ് പറയുക, കുറ്റം പറയുക, മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് പറയുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊരു തരം നെഗറ്റീവ് എനർജി ഉണ്ടാവും. ഓക്കെ, ആ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കും. സോ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലായാലും എന്തെങ്കിലും നെഗറ്റീവായിട്ട് കൂടുതൽ തോട്ട്സ് ഉണ്ടെങ്കിൽ അതിനൊന്ന് ക്ലിയർ ചെയ്ത് വിടാം. ആൻഡ് വാക്യൂം അവേ ഫിയർ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ചില ഫിയർ ഉണ്ട്, പേടികളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ആ പേടികളെ നിങ്ങൾ റിമൂവ് ചെയ്ത് വിടാം. ഓക്കെ, അതായത് എന്താ ഇപ്പോൾ ഇവിടെ പറയുക, ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ വെച്ചിട്ട് മേ ബി നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അതിൽ ഫെയിലിയർ ആവോ എന്നുള്ള പേടി,
അത് നല്ല രീതിയിൽ പോവോ എന്നുള്ള പേടി, ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും ലൈക്ക് പേഴ്സണായി ആരോടെങ്കിലും നിങ്ങൾ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലൈക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ഐ തിങ്ക് നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ പറയുന്ന പോലെ ആയിപ്പോൾ നിങ്ങൾക്ക് വേദന കിട്ടുമോ എന്നുള്ളൊരു പേടി, ഓക്കെ, നിങ്ങളെ അവർ വേദനിപ്പിക്കുമോ എന്നുള്ള പേടി, ഓക്കെ, നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരുപാട് പേടികൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതിനെ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് വിടുക എന്നാണ് പറയുന്നത്. കാരണം ആ പേടികളൊക്കെ നിങ്ങളെ ഒരു നല്ലൊരു ലൈഫ് ജീവിക്കുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ക്രൗൺ ചക്ര എന്ന് പറയുന്നുണ്ട്, പേ അറ്റൻഷൻ ടു യുവർ ഐഡിയാസ് ആസ് ദേ ആർ മെസ്സേജസ് ഓഫ് ട്രൂ ഡിവൈൻ ഗൈഡൻസ് സെറ്റ് ഇൻ ആൻസർ. നമ്മൾ ഫസ്റ്റ് വന്നത് തന്നെ നമ്മുടെ ഈസ് ഓഫ് വാൻസ് ആയിരുന്നു. അതൊരു ഐഡിയയുടെ കാര്യമാണ് പറയുക, എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്ന കാര്യമാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചില ഐഡിയാസ് ഡിവൈൻ തരുന്നുണ്ട്. ഓക്കെ, ഡിവൈൻ ചില ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ചില കാര്യങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾ തടസ്സം ഫേസ് ചെയ്യുന്നുണ്ടാവും, ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ആ ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എത്ര തടസ്സം ഫേസ് ചെയ്താലും നിങ്ങളതിനെ മുന്നോട്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് workshop and seminars, attending and giving speeches is part of your spiritual path and purpose. Be open to teaching and learning. ചിലവർക്ക് നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളോട് പറയുന്നത് കൂടുതൽ സെമിനാർസ് വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സ്പിരിച്വൽ കാര്യങ്ങൾ പഠിക്കാൻ, സ്പിരിച്വൽ മാത്രമാവണമെന്നില്ല, എന്തുമാവാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നവരായിരിക്കും, അതും നിങ്ങൾ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ലൈഫ് പർപ്പസിൻ്റെ പാർട്ടാണെന്നാണ് പറയുന്നത്. സ്പിരിച്വൽ പാത്തിലുള്ളവർക്ക് സ്പെഷ്യലി, അല്ലാത്തവർക്കും നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പർപ്പസാണ് എന്ന് പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി എന്താണ്, നിങ്ങൾ ആദ്യം കുറച്ചുകൂടി പഠിക്കണം അല്ലേ? നമ്മൾ ആദ്യം നോളജ് നിങ്ങൾ കറക്റ്റായിട്ട് ഗെയിൻ ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞും കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു പെട്ട കാര്യമാണ്, പർപ്പസിൽ പെട്ട കാര്യമാണ്. ഓക്കെ, ഗോഡസ് എന്ന് പറയുന്നുണ്ട്, എക്സ്പ്രസ് യുവർ ഡിവൈൻ ഫെമിനൈൻ എനർജി, എംബ്രേസിങ് ഇറ്റ്സ് മാജിക്കൽ ഇൻറ്റ്യൂഷൻ ആൻഡ് ന്യൂച്ചറിങ് ക്വാളിറ്റീസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഗോഡസ് എനർജി എന്ന് വെച്ചാൽ ദേവിയുടെ എനർജി എന്ന് പറയാം. ആൻഡ് കറക്റ്റ് ടൈമിലാണ് ഇപ്പോൾ ഇത് വന്നതെന്നാണ് ഞാൻ ഈ കാർഡ് കണ്ടപ്പോൾ തൊട്ട് ആലോചിച്ച്. നവരാത്രി തുടങ്ങുകയാണ് അല്ലേ, ഇന്നോട്ട് നവരാത്രി തുടങ്ങുന്നതാണ്. സോ ദേവിയുടെ എനർജി, ഓക്കെ, നിങ്ങളത് നമ്മൾ ദേവിയെ പോലെ ആവുക എന്ന് പറയുമ്പോൾ ലൈക്ക് എന്താണ് അതിൻ്റെ അർത്ഥം? ലൈക്ക് ദേവി പറയുമ്പോൾ എന്താണ്, ഒരു അമ്മ ദേവി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വളരെ കെയറിങ് ആയിട്ട്, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട്, ഓക്കെ, അതുപോലെ ഒരുപാട് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവായിട്ട് നിങ്ങളുടെ ഇതിപ്പോൾ ലേഡീസ് ആവണമെന്നില്ല, ലേഡീസ് മാത്രമല്ല ജെൻസും, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ന്യൂച്ചറിങ്, കെയറിങ് അങ്ങനത്തെയൊക്കെ കൊണ്ടുവരാൻ, അത് ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല, പക്ഷേ ദേവി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ദേവി ഒരിക്കലും റോങ് കാര്യങ്ങൾ കണ്ടാൽ സഹിച്ച് നിൽക്കില്ല. ഓക്കെ, അങ്ങനെയും പാടില്ല. സോ അവിടെ സ്ട്രോങ് ആയിട്ടൊരു എനർജി എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അത് ദേവി എന്ന് ഞാൻ ജസ്റ്റ് ഒരു വാക്ക് യൂസ് ചെയ്തു എന്ന് മാത്രം. നിങ്ങളൊരു സ്ട്രോങ് ക്യാരക്ടറായിട്ട് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇത് റൈറ്റ് ടൈമാണ്. കാരണം ദേവിയുടെ എനർജി ഇപ്പോൾ ഒരുപാട് ഉണ്ടാവും, നല്ലോണം ഉണ്ട്. നവരാത്രി ആയതുകൊണ്ട് തന്നെ ദേവിയെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, ഓക്കെ, നിങ്ങൾ നവരാത്രിക്ക് 9 ദിവസവും നിങ്ങൾ ദേവിയുടെ എന്തെങ്കിലും വായിക്കാനൊക്കെ ശ്രമിക്കാം. അത് കറക്റ്റായിട്ട് ഈ സമയത്ത് വന്നുകൊണ്ട് ഞാനത് പറയുന്നു എന്ന് മാത്രം. അല്ലാത്തവർ നിങ്ങളുടെ ഫെമിനൈൻ, നിങ്ങൾ ഡിവൈൻ ഫെമിനൈൻ ആയിട്ട് നിൽക്കുക. ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കെയറിങ് ആയിരിക്കണം, മറ്റുള്ളവരെ കെയർ ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, വിട്ടുകൊടുക്കണം, എല്ലാം വേണം. അതിൻ്റെ ഒപ്പം പക്ഷേ നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡും കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ ഒരു പവറിൽ നിങ്ങൾ നിൽക്കുകയും വേണം. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ താണു കൊടുത്തിട്ടും ആവരുത്. മീൻസ് അനാവശ്യമായിട്ട് താണു കൊടുക്കരുത് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ആ ഒരു പവറിൽ നിങ്ങൾ നിൽക്കുക. ഞാൻ കറക്റ്റ് ടൈമിംഗ് ആണ്. സോ ഐ തിങ്ക് ഈ ഒരു അമാവാസ്യൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ആ ഒരു കുറച്ചുകൂടി നിങ്ങളുടെ എനർജി നിങ്ങൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിങ്ങളും. ഓക്കെ, സോ അതാണ് ഇന്നത്തെ നമ്മുടെ ഗൈഡൻസ് മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.